ധർമ്മത്തിന്റെ ദേവതയായ യമദേവൻ എങ്ങനെയാണ് വിദുരരായി ജന്മമെടുത്തത്? വളരെ കാലം മുൻപ് മാണ്ഡവ്യമുനി തന്റെ ആശ്രമത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കൊട്ടാരത്തിൽ മോഷണം നടത്തി മടങ്ങിയ ചില കള്ളന്മാർ തങ്ങളെ പിന്തുടരുന്ന രാജഭടന്മാരെ പേടിച്ച് മോഷണവസ്തു മാണ്ഡവ്യമുനിയുടെ ആശ്രമ പരിസരത്ത് ഉപേക്ഷിച്ചു. മുനിയെ കുറ്റവാളിയെന്ന് തെറ്റിദ്ധരിച്ച് രാജഭടന്മാർ അദ്ദേഹത്തെയും കള്ളന്മാരെയും പിടിച്ചുകൊണ്ടുപോയി. രാജാവിന്റെ ആജ്ഞപ്രകാരം അവരെ തൃശൂലത്തിൽ തറച്ചു. എന്നാൽ മാണ്ഡവ്യമുനി മരിക്കാത്തതിനാൽ രാജാവ് അദ്ദേഹത്തെ വെറുതെ വിട്ടു. മുനി നീതി തേടി ധർമ്മദേവനെ സമീപിച്ചു. താൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ധർമ്മദേവൻ മാണ്ഡവ്യമുനി ചെറുപ്പത്തിൽ ഈച്ചകളെ ഉപദ്രവിച്ചിരുന്നതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിച്ചത് എന്ന് പറഞ്ഞു. എന്നാൽ കോപാകുലനായ മാണ്ഡവ്യൻ ഒരു കുട്ടി 12 വയസ്സുവരെ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷയില്ലെന്ന് ധർമ്മദേവനെ ഓർമ്മപ്പെടുത്തി. ഒപ്പം അനീതി കാട്ടിയ ധർമ്മദേവൻ ശൂദ്രനായി ഭൂമിയിൽ ജനിക്കാൻ ശപിച്ചു. അങ്ങനെ ധർമ്മദേവൻ അംബയുടെയും അംബാലികയുടെയും തോഴിയുടെ മകനായി ജനിച്ചു. ജ്ഞാനിയും നീതിമാനുമായ വിദുരരായി വളർന്നു. മഹാഭാരത യുദ്ധത്തിന് ശേഷം വാനപ്രസ്ഥം സ്വീകരിച്ച വിദുരർ തന്റെ ചൈതന്യം ധർമ്മപുത്രരായ യുധിഷ്ഠിരനിലേക്ക് പകർന്നു നൽകി മരണമടഞ്ഞു.